അടുത്ത് നമുക്ക് ഒളിഗോപ്പൊളിയുടെ കർവാണ് നോക്കുന്നത്. പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. ഒളിഗോപ്പൊളിയുടെ കർവിന് നമ്മൾ പറയുന്ന പേരാണ് ഇങ്ക്ഡ് ഡിമാൻഡ് കർവ്. ദ കൺസെപ്റ്റ് ഓഫ് ഇങ്ക്ഡ് ഡിമാൻഡ് കർവ് അണ്ടർ ഒളിഗോപ്പൊളി വാസ് ഡെവലപ്ഡ് ബൈ പോൾ എം സുസയാണ് കണ്ടുപറ്റിയത്. ഇങ്ക്ഡ് ഡിമാൻഡ് ഇങ്ക്ഡ് എന്ന് പറഞ്ഞാൽ കേസ് ഐലാൻഡ് ആണ് കേട്ടോ. ഇങ്ക്ഡ് ഡിമാൻഡ് കർവ് എക്സ്പ്ലെയിൻ ദ പെക്യുലർ നേച്ചർ ഓഫ് ഡിമാൻഡ് അണ്ടർ ഒളിഗോപ്പൊളി കണ്ടീഷൻസിലെ ഡിമാൻഡ് കർവിൻ്റെ പ്രത്യേകമായ ഒരു നേച്ചറാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. We have seen that oligopoly is characterized by interdependence of firms. Oligopoly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ഫേംസ് ഉണ്ടാവും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇപ്പോൾ ഒരു ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ. അതായത് ഒരു പാർട്ടി ഒരു സെല്ലർ എന്ത് ചെയ്യാണ്, പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ അയാളുടെ സെയിൽസ് പോവും, ആൾക്കാർ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകും. അതുപോലെ അയാൾ പ്രൈസ് കൊടുത്താൽ കുറച്ച് നേരം അയാൾക്ക് ഡിമാൻഡ് ഉണ്ടാവും, പിന്നെ എല്ലാവരും ആ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം, അവരെല്ലാവരും കൂടി മൊത്തമായി തീരുമാനം എടുത്തിട്ട് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ആക്ഷൻസ് ഓഫ് ഈച്ച് ഫേം വിൽ ബി വാച്ച്ഡ് ബൈ റൈവൽ ഫേംസ്. ഒരാളുടെ ഇത് മറ്റുള്ളവരെ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഞാനന്ന് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു പച്ചക്കറി വിൽക്കുന്ന കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു റോഡ് സൈഡിൽ. അപ്പോൾ അതിലിങ്ങനെ ഒരു 4-5 പേര് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. എന്തുകൊണ്ട് അയാളുടെ അടുത്തേക്ക് എല്ലാവരും പോകുന്നു എന്നുള്ള ചിന്ത വരും. എന്നിട്ട് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ അവിടെ ഇവിടത്തേക്ക് കുറച്ച് വില കുറച്ചിട്ട് കൊടുത്തുന്നുണ്ടെങ്കിൽ ഇവരും എന്ത് ചെയ്യും, അതേ പ്രൈസിന് വിൽക്കാൻ തോന്നിയെങ്കിൽ അവിടേക്ക് മാത്രമല്ല ഇവരുടെ അടുത്തേക്കും ആൾക്കാർ വന്നു തുടങ്ങും. അപ്പോൾ പിന്നെ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വില കുറച്ച ആൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അയാൾ വില കുറച്ചപ്പോൾ മറ്റവരും വില കുറച്ചു. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് അവരൊക്കെ പ്രോഫിറ്റ് കുറയാന്നല്ലാണ്ട് അങ്ങനെ വില കുറച്ചിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല. കുറച്ച് നേരത്തേക്കുള്ള ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ. If one firm reduces the price with the intention of attracting more customers, other firms also will reduce the price. Therefore, the firm that reduce price first will not get more customers. Other words, the other firm will not experience increase in demand. മറ്റേനും വില കുറച്ചുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം എന്താണ്, ഒളിഗോപ്പൊളിയുടെ ഡിമാൻഡ് കർവ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്ക എന്ന് പറയും. ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് അല്ലാന്ന്, ചേഞ്ചസ് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഇഫ് എ ഫേം വൺ റൈസസ് ദ പ്രൈസസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇറ്റ് വിൽ ലൂസ് ഇറ്റ് കസ്റ്റമേഴ്സ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഫേം പ്രൈസ് കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടും, അതർ ഫേംസ് പ്രൈസ് കൂട്ടിയില്ലെങ്കിൽ. ഇൻ ദിസ് സിറ്റുവേഷൻ ദ ഫേം ദാറ്റ് റൈസസ് ദ പ്രൈസ് വിൽ എക്സ്പീരിയൻസ് ഷാർപ്പ് റിഡക്ഷൻ ഇൻ. ആരെങ്കിലും പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡിൽ റിഡക്ഷനാണ് കാണിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് ഓഫ് ദ ഫേം റിലേറ്റീവ്ലി ഇലാസ്റ്റിക്ക. പ്രൈസ് കുറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്കും, പ്രൈസ് കൂട്ടുമ്പോൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക്കും. പ്രൈസ് കൂട്ടി കഴിഞ്ഞാൽ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് എന്തുണ്ടാവാം, ചെറിയൊരു ചേഞ്ച് ഉണ്ടാവാം. പക്ഷെ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ചേഞ്ച് കാണുകയാണ് ഇവിടെ റിലേറ്റീവ്ലി. അതായത് പ്രൈസ് കൂട്ടിയിട്ട് കുറച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഇതുണ്ടാവില്ല, നമുക്ക് പ്രകടമായ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രൈസ് ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞത്. പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം നന്നായിട്ടും അറിയാം, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. ദ ഡ്യുവൽ നാച്ചർ ഓഫ് ദ ഡിമാൻഡ് കർവ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ഇങ്ക്ഡ് ഡിമാൻഡ് കർവ്. ഈ കർവ് വെച്ചിട്ടാണ്, അതായത് ഇപ്പം നമ്മൾ 2 ഭാഗമായിട്ടാണ് ഈ ഡിമാൻഡ് കർവ് വരിക. ഒന്ന് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് പാർട്ട്, അതായത് പ്രൈസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാക്കണ്ട് പ്രൈസ് ഇതാണ് ഈ ഭാഗത്ത് കാണിക്കും, പ്രൈസ് P1 കുറയ്ക്കുക, P1 കൂട്ടി ഇങ്ങനെ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ എന്താണ് ഇവിടെ ഡിമാൻഡ് കർവ് ഇങ്ങനെ ഡിമാൻഡ് ഇങ്ങനെ കണ്ട കുറഞ്ഞു വരുന്നേ. അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂട്ടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് പാർട്ടാണ്. പ്രൈസ് കൂട്ടുന്നതിന് പ്രൈസ് ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് ഡിമാൻഡ് കണ്ട ഇങ്ങോട്ട് ഈ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിക. ഓരോ ഭാഗത്ത് ഇത് ഓരോ പോയിന്റ് അടയാളപ്പെടുത്തിയ ഇതാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രൈസ് കൂടുന്തോറും ഡിമാൻഡ് എന്താണ് ഇങ്ങനെ കണ്ട കുറഞ്ഞ് ഡിമാൻഡ് ഒരു സൈസിലെത്തി കഴിഞ്ഞാൽ ഡിമാൻഡ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും ഒരു പ്രൈസിലെത്തി. അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ആണ്, പ്രൈസ് കൂട്ടുന്നതിനനുസരിച്ച് എന്താണ് ചേഞ്ച് വരുന്നുണ്ട്. അത് ആ ഭാഗത്തിന് പറയണതാണ് ഡീക്കെ പാർട്ട്. പിന്നെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ലെവലിൽ ചേഞ്ച് ഉണ്ടാവും, വലിയ വ്യത്യാസമില്ല. അപ്പോൾ ആ ഭാഗം ഇൻഇലാസ്റ്റിക് പാർട്ടാണ്, ചേഞ്ച് ഇല്ല, പ്രൈസ്
ഇങ്ങനെ കുറച്ച് കുറച്ച് വന്നാലും വലിയ ചേഞ്ച് ഇല്ലാത്ത ഭാഗം ഇന്നിലാസ്റ്റിക് പാർട്ട്. അപ്പോൾ ഇത്രയാണ് ഒളിഗോപ്പൊളിയിൽ. ഇനിയിപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ഒ പി എന്ന് പറഞ്ഞ പ്രൈസാണ്. അതിൽ ക്യൂ കെ ഡിമാൻഡ് ഉണ്ടാവുന്നു. ഈ ഭാഗം ഡി കെ എന്ന് പറഞ്ഞ സ്മോൾ ഭാഗം റിലേറ്റീവ്ലി ഇന്നിലാസ്റ്റിക് പാർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്ന് പഠിക്കണം കേട്ടോ. ഇൻ ദ ഡയഗ്രാം ദ ഡിമാൻഡ് കർവ് ഡി ഡി ഹാസ് 2 പാർട്സ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് പാർട്ടും ഉണ്ട്, റിലേറ്റീവ്ലി ഇന്നിലാസ്റ്റിക്. ദ ഇങ്ക് ഡിമാൻഡ് കർവ് ഇസ് ദ പോയിന്റ് കെ ആണ്. assume that price of ഒപിയിലെ ഒ പി പ്രൈസിന് കെ ക്യൂ ആണ് നമ്മൾ വാങ്ങുന്ന ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത്. ദർഫോർ ഡി കെ പാർട്ട് ഇസ് റിലേറ്റീവ്ലി, ഈ ഭാഗം റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. എനി അറ്റംപ്റ്റ് ബൈ ഫേം ടു റെഡ്യൂസ് ദ പ്രൈസ് വിൽ റെസ്പോണ്ടഡ് ബൈ അതർ ഫേംസും കട്ട് ചെയ്തുകൊണ്ടിരിക്കും. ദർഫോർ ദ ഫേം കട്ട്സ് ദ പ്രൈസ് വിൽ നോട്ട് എക്സ്പീരിയൻസ് എനി എക്സ്പാൻഷൻ. ദർഫോർ കെ ഡി പാർട്ട് ഓഫ് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ഇന്നിലാസ്റ്റിക് ആണ്. കെ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചല്ലോ, കെ ഡി സ്മോൾ ലെറ്റർ ഇന്നിലാസ്റ്റിക് പാർട്ടും ഇത് ഇലാസ്റ്റിക് പാർട്ടും. ദാറ്റ് മീൻസ് ദർ വിൽ ബി ടെൻഡൻസി ഫോർ ദ പ്രൈസ് ടു റിമെയിൻ റിജിഡ് ഒ പി. ഒ പി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകാൻ ഒരു ശ്രമം ഉണ്ടാവും. കാരണം ആർക്കും കൂട്ടിയിട്ടും കുറച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ല. അപ്പോൾ അത് ഒരു മാറാത്തൊരു പ്രൈസായിട്ട് ഫിക്സഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ.